നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് 2 ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. പിന്നെ വീഡിയോൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ അതാണ് 2 ആഴ്ചകളായിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞേ. വേണമെച്ചാൽ ഇത് അറിയാണ്ടൊക്കെ ഒറ്റ വ്ളോഗായിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, നിങ്ങളെ പറ്റിക്കല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞ്. പിന്നെന്താണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് റാഗി കൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടുക്കളയിൽ പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരമാക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. റാഗിയുടെ പൊടിയാക്കിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ചപ്പാത്തി ഉണ്ടാക്കാനും അതേപോലെ നൂൽപുട്ട് ഉണ്ടാക്കാനും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് പ്രതീക്ഷിക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റാഗിയപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ രാവിലെ എണീച്ചിട്ട് ആണ് കലക്കി വെച്ചത്. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കുകയാണ്. എളുപ്പത്തിലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. കുട്ടികൾക്കാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കുറച്ച് പഞ്ചസാര തൂവിയിട്ടാണ് ഇത് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പം കറി കുറച്ച് കട്ടിയാവാനായിട്ട് തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ സബോളയും വലിയൊരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. മിക്കവാറും എൻ്റെ എല്ലാ കറികളും ഞാനിപ്പോൾ ദാ ഈ ഒരു രീതിയിൽ തന്നെയാണ് വെക്കണേ കേട്ടോ. എല്ലാ കറികൾക്കും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അരക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇതിലും വ്യത്യാസമൊന്നുമില്ല, സംഭവം ഒരേപോലെ തന്നെയാണ്. ഒരു കൈപ്പിടിയോളം കുറച്ച് കേട്ടോ കടല ഉണ്ടല്ലോ, പൊട്ടുകടല, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ ചേർക്കാത്ത കറികളൊക്കെ ആകുമ്പം പൊട്ടുകടല ഇത്തിരി ചേർത്താൽ തേങ്ങയുടെ ഒരു സ്വാദ് വരുന്നു കേട്ടു. അപ്പം അതൊന്ന് പരീക്ഷണത്തിൽ പെടുത്തും കൂടി ചെയ്യണം. അപ്പം അത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കുരുമുളക് ചതച്ചതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് കുട്ടികളെ പറ്റിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. പനീർ ഉണ്ടാക്കല്ലേ നമ്മൾ, പനീറിൻ്റെ പോലെ കോഴിമുട്ട കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുഴിയുള്ള ഒരു കുഞ്ഞി തടുക്ക പാനിനകത്താണ് ഇതേപോലെ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പം നല്ല കട്ടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പനീർ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ടേസ്റ്റ് വ്യത്യാസം ചിലവർക്കൊക്കെ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികൾ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ കഴിക്കണോണ്ട് തന്നെ ഒറ്റയ്ക്ക് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഉണ്ണിക്കൊന്നും ഇത് കഴിച്ചപ്പോൾ ആദ്യം ഇത് മുട്ടയാണെന്ന് മനസ്സിലായില്ല, പനീറാണ് തന്നെ വിചാരിച്ചേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് മുട്ടയാണെന്ന് അവന് മനസ്സിലായത്. അപ്പം റാഗി പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേഗം തന്നെ ഓരോ നേരമായിട്ട് അപ്പൊക്കെ ചുട്ടെടുക്കുകയാണ്. മുന്നൊരു വട്ടം ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് നമ്മൾ കോരി 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 ഒഴിക്കുകയല്ലേ. അപ്പോൾ അവസാനം ഉണ്ടാക്കി വരണേലൊന്നും ഇതേപോലെ നമുക്ക് ഓട്ടകൾ ഉണ്ടാവില്ലേ, കുമിളകൾ ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്താണെന്നറിയില്ല അത് പോകുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ടൊക്കെയാണോന്ന് അറിയില്ല. പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ മുട്ട കട്ട് ചെയ്ത് വെച്ചു പനീറിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് ഇത് വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എല്ലാം കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കാരണം ഭയങ്കര എളുപ്പമാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന അത്രയും ഉണ്ടാക്കിയെടുക്കാം. വേഗം ഇതാവുകയും ചെയ്യും. അച്ചുവിന് ആദ്യം ഈ റാഗിയുടെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദോശയും ഇതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ട് വരുമല്ലോ, അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ ഞാനതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ കഴിച്ചു തുടങ്ങി കേട്ടോ.
ഉണ്ണിക്ക് പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഞാൻ പറഞ്ഞു മുന്നേ പറയാറുണ്ട്, നല്ല ഹെൽത്തി ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായി കഴിക്കും കേട്ടോ. അരയ്ക്കാനുള്ളത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മിക്സിയിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയായാലും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് എൻ്റെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ അളിയൻസ് കാണുന്നുണ്ട് കേട്ടോ. അളിയൻ വേഴ്സസ് അളിയനാണ് കാണുന്നത്. അപ്പോൾ മുന്നേയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ്, ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ട് വരികയാണ്. ആദ്യത്തെ എപ്പിസോഡ് മുതലേ ഇതൊക്കെ അല്ലേ ഒരു രസം അല്ലേ. ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് രസം, സന്തോഷം. നമുക്ക് വേറെ വലിയ വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് കുറേ ചിരിക്കണം, നമുക്ക് തമാശകൾ കേൾക്കണം, ചിരിക്കണം. ഞാൻ അങ്ങനെ കേട്ടോ, അതൊക്കെ തന്നെ മതി. അപ്പം അരച്ചെടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടുവന്നു. അതിലേക്ക് വെളിച്ചെണ്ണയിൽ പെരുംജീരകവും കറുവപ്പട്ടയും ഒരു ഏലക്കായും പൊട്ടിച്ചതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പും 2 പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പിടാൻ മറന്നു കേട്ടോ. അപ്പോൾ വേഗം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇനി അതിലേക്ക് നേരെ കോഴിമുട്ട കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ടിട്ട് നല്ലൊരു തിള വന്നപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടോ. കറിവേപ്പിൻ്റെ ഇല ചേർക്കാനായിട്ട് വിട്ടുപോയതല്ല, കറിവേപ്പിൻ്റെ ഇല തീർന്നിട്ടായിരുന്നിരുന്നേ കേട്ടോ. അപ്പോൾ അതാണ് ചേർക്കാണ്ടിരുന്നത്. മല്ലിയുടെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പച്ച കളർ കറിയിൽ കാണാത്ത അതുകൊണ്ടാണ്. പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ കുട്ടികൾക്കുള്ളത് ആദ്യം അങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കഴിക്കാതിരിക്കാറുള്ളത് കേട്ടോ. അപ്പം മിക്കവാറും ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചധികം നേരം എടുക്കും. വീഡിയോ എടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും കൂടി അപ്പോഴേക്കും വയറ് എന്താ പറയുക വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കും കൂടി വേഗം എടുത്തു കൊടുത്തിട്ട് അവർ കഴിക്കുന്നത് അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞ് ക്യാമറ ഓഫാക്കി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെ സമാധാനമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നും മാറ്റമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കറി കാണുമ്പോൾ നല്ലൊരു പനീർ കറിയുടെ ഒരു ലുക്കും വന്നിട്ടുണ്ട്. ആ ഒരു കട്ടിയും കറി നല്ല കട്ടിയുള്ള പനീർ കറി തന്നെ. അപ്പോൾ ഉണ്ണി കഴിച്ചു നോക്കിയിട്ട് ഉണ്ണി പനീർ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഒരു 2-3 വട്ടം കഴിച്ചിട്ടാണ് എന്ത് സംഭവം എന്ന് ആൾക്ക് മനസ്സിലായത്. അച്ചു പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ അടുക്കളയിൽ വന്ന് നിന്നിട്ടുള്ളതുകൊണ്ട് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സൺസ്ക്രീൻ ലോഷനും പിന്നെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓടി വന്നിട്ട് എൻ്റെ മുഖമൊക്കെ കഴുകി, രാവിലെ തന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. മുഖമൊക്കെ കഴുകി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം കുറച്ച് നേരം നമ്മൾ കുളിച്ചിട്ട് മുഖത്തൊന്നും ഇടാണ്ടിരുന്നാലും പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് മുഖത്ത് ഓരോന്നും ഇടാൻ പാടില്ല. അപ്പോൾ വെറുതെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ മുഖത്ത് ക്രീമൊക്കെ ഇട്ടാൽ അതായിരിക്കും നല്ലത്. പെട്ടെന്ന് കുരുവൊക്കെ വരും എൻ്റെ മുഖത്ത് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിലേക്ക് ലിസ്റ്റ് വാട്സപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അച്ചുവിനെ ദിവസവും പറഞ്ഞയച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരാണ് പതിവ് കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചതുകൊണ്ട് തന്നെ അച്ചുവിന് ഇത് നേരം കളിയാണ്. അപ്പോൾ എനിക്ക് ആവശ്യം നേരത്തെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ഇപ്പം അച്ചു കൊണ്ടുവന്ന് തരില്ല. അവന് ഭയങ്കര മടിയാണ് കളിയുടെ ഇടയിൽ കടയിലൊക്കെ പോകാൻ പറഞ്ഞ. അപ്പോൾ പിന്നെ ഞാൻ ഒരുമിച്ച് ഒരാഴ്ചത്തേക്കുള്ള ലിസ്റ്റ് റെഡിയാക്കിയിട്ട് അവർക്ക് വാട്സപ്പ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ സമാധാനമായി. പച്ചക്കറിയേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് കടലയും പയറും പരിപ്പും അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. അത് ചോറിക്കും അതെ കൂടുതൽ ഞങ്ങൾ അതൊക്കെ തന്നെ എടുക്കാറ്. ഞങ്ങൾ കടലക്കറിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കൂട്ടി ചോറുണ്ണും.
എൻ്റെ വീട്ടിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയൊക്കെയാണ് ചോറിക്ക് അമ്മ തരാറ് കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ കുട്ടിക്കാലം മുതലേ കഴിച്ചിട്ട് ശീലമാണ്. അപ്പോൾ പലരും പറയണായിട്ടുണ്ട് എങ്ങനെ ഈ കടലക്കറി കൂട്ടിയിട്ടൊക്കെ ചോറുണ്ടാന്ന്. പക്ഷേ എനിക്കത് ശീലമായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ ഉണ്ണിക്ക് അച്ഛനും കടലക്കറിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കൂട്ടി ചോറുണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ കൂടുതൽ പരീക്ഷിക്കണം. പച്ചക്കറി ഉപയോഗിക്കാറുണ്ട്, എന്നാലും ഞങ്ങൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഓരോ ആഴ്ചത്തേക്കുള്ളത് മാത്രം അങ്ങനെ വാങ്ങി വെക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾ പെട്ടെന്ന് അതിൻ്റെ അടുപ്പ് കേടാവുമെന്ന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. കാരണം മുന്നേ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു കേട്ടോ. 2-3 കൊല്ലം മുന്നേ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. ഇത് കേടാവുമ്പോൾ, അടുപ്പ് കേടാവുമ്പോൾ ഞാൻ ആ കുപ്പി മണി പ്ലാന്റിനായിട്ട് എടുക്കുക ചെയ്യാറുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാൾപേപ്പർ എടുത്ത് DIY പോലെ നമുക്ക് അതിൻ്റെ മുകളിൽ, അടുപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് തുരുമ്പൊക്കെ മാറ്റാം. അങ്ങനെ നമുക്ക് വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്താ വേണ്ട വെച്ചാൽ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം. പൊട്ടണ കുപ്പികളല്ലേ, നല്ലതല്ലേ. കുറച്ച് ക്രാഫ്റ്റൊക്കെ അതുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കും. അല്ലെങ്കിൽ 150 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാശ് വേസ്റ്റ് ആവുമൊന്നുമില്ല. പിന്നെ സ്വന്തമായിട്ട് നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി പൈസ മുടക്കിയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഒരുപാട് പൈസ ഇത്തരം കാര്യങ്ങൾക്ക് കളയാണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സാധനങ്ങളും അങ്ങനെ വല്ലാതെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മുന്നേയൊക്കെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ പൂച്ചക്കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ വല്ലിയുടെ 3 മക്കൾ, അതിൽ ഒരെണ്ണത്തിന് തീരെ ഈ ഗ്രേവി ഫുഡ് ഇഷ്ടമല്ല കേട്ടോ. അതിന് വാവക്കുട്ടൻ്റെ സ്വഭാവമാണ് തോന്നുന്നു. വാവക്കുട്ടന് അങ്ങനത്തെ ഗ്രേവി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തീരെ കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അത് പെണ്ണാണ് കേട്ടോ. പെണ്ണായതുകൊണ്ട് മറ്റ് ആൺപൂച്ചകൾക്ക് ഉണ്ടാകുന്ന പോലത്തെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല തോന്നുന്നു. ബാക്കി അമ്മയുടെ മക്കളാണ് ബാക്കി 2 പേരും. നമ്മുടെ പാലുണ്ണിയൊക്കെ നന്നായിട്ട് ഗ്രേവി ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ മറ്റാൾ അതിൻ്റെ ഭഗവാന്റെ താഴത്ത് പോയി ഇരിക്കുകയാണ്, അതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊടുത്ത് അവരേനെ അകത്താക്കി. ഞാൻ അവരേനെ എപ്പോഴും തുറന്നു വിടില്ല കേട്ടോ. കാരണം അവരുടെ രോമം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കൊടുത്തു ഞാൻ അവരെ അകത്താക്കുകയും ചെയ്യും. അതുപോലെ ആരെങ്കിലുമൊക്കെ പൂച്ച കാണുമ്പോൾ പറഞ്ഞാൽ ഞാൻ തുറന്നു വിടില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവരും കുട്ടികളൊക്കെ കാര്യം പൂച്ചകളെ കുറച്ച് നേരം തുറന്നു വിടും അമ്മയെന്നൊക്കെ ചോദിക്കും. അപ്പം എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് രാത്രിയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പം രാത്രിയൊക്കെ വയ്യാണ്ടി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും. പരമാവധി നമ്മൾ അസുഖം വരാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പിന്നെതാ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്നിട്ട് ഈ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സംഭവം വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇത് നമ്മൾ പൂച്ചകൾക്കും നായകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ തോന്നിയിടത്തൊക്കെ മൂത്രമൊഴിച്ചിടുന്ന സ്വഭാവം ഉണ്ട് വെച്ചാൽ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിലത്താവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ഇത്. പഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിലൊരു വട്ടം അവർ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വെറുനിലത്തൊന്നും പോയിരുന്ന് മൂത്രമൊഴിക്കില്ല. അപ്പോൾ ചില പൂച്ചകൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുള്ള ഒരു പൂച്ചയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് ലിറ്റർ ട്രെയിനകത്ത് പോയിട്ട് മൂത്രമൊഴിക്കില്ല. അപ്പോൾ വല്ലയിടത്തും പോയിട്ട് മൂത്രമൊഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ നിലത്തിരുന്ന് മൂത്രമൊഴിക്കണ ആ സ്വഭാവത്തിന് ഏറ്റവും യോജിച്ചത് ഈ ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളാം മൂത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ. അത് കോട്ടൻ്റെ ഷീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം ഉണ്ട് കേട്ടോ. ഇത് 599 രൂപയ്ക്ക് 50 ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നല്ലതാണ്. ഞാനിത് ഒരു കൊല്ലത്തിനടുത്തായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഷീറ്റുകളാണ് കേട്ടോ. ഷീറ്റ് എന്ന് വെച്ചാൽ കോട്ടനാണ്, പഞ്ഞിയാണ് സംഭവം. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലിങ്ക് വേണമെങ്കിൽ ആരെയും ചോദിച്ചാൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് തരാം കേട്ടോ. പിന്നെ മാർസിൻ്റെ കുറച്ച് ഇത്
PR ആണ് ആമസോണിൻ്റെ. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. ഇങ്ങനെ വീഡിയോനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ അയച്ചു തരുമ്പോൾ നമ്മൾ അതന്നെ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള കാലം കുറേ മുന്നേ ആയിരുന്നു. പിന്നെ നമുക്കൊരു പ്രായത്തിൽ ഇതിനോടൊക്കെ താല്പര്യം തോന്നുന്ന കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് വരില്ല. എനിക്കൊക്കെ എൻ്റെ ഒരു 20s 20 തൊട്ടിട്ടൊരു 30 വയസ്സ് വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു മേക്കപ്പ് സാധനങ്ങളോട്. 30 കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടുള്ള താല്പര്യം ഇത്തിരി കുറഞ്ഞു വന്നു. 30 വയസ്സ് 31 32 സമയത്തൊന്നും എനിക്കിങ്ങനെ വല്ലാണ്ട് മേക്കപ്പിനോട് താല്പര്യമില്ല. ഇപ്പം തീരെയില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ. എൻ്റെ ഭാഷയിൽ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മേക്കപ്പിൽ പെടാത്ത എന്നുള്ളതാണ്. ലിപ്സ്റ്റിക്ക് മനുഷ്യൻ്റെ ജീവവായുവാണെന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അതും ഭയങ്കര ലൈറ്റായിട്ടുള്ള ന്യൂഡ് ലിപ്സ്റ്റിക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു കഷ്ണം വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ അതാണിത്. ഇതൊരു കൊതിപ്പുറത്തുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ ഇടണമെന്ന്, പിന്നെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പം ഇതിൻ്റെ റീലായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ഞാനിപ്പം നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മാഗ്നിഫിസൻറ്റ് സെഞ്ച്വറിയിലെ ഹുറം സുൽത്താന ഹുറം സുൽത്താനയ്ക്ക് കൊടുക്കുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു സീരീസിൻ്റെ ആരാധികയാണ്. എനിക്ക് അങ്ങനത്തെ സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് അതിൽ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര എളുപ്പമാട്ടോ, വലിയ പാടൊന്നുമില്ല. അപ്പം അതൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.